ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, അങ്ങനെ കിട്ടില്ലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങളെല്ലാരും കുറെ നാളായിട്ട് ചോദിച്ചിട്ടിരിക്കുന്ന ആ പുതിയ വീടിന്റെ ഹോം ടൂർ അല്ലെ. നമ്മൾ ആ വീട് വാങ്ങിച്ചപ്പോ ഉള്ള ഒരു കോലം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. വാങ്ങിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും കിടക്കുന്നതാണ്. ഇത് ഇന്ന് മുതലാണ് അവിടെ ആയിട്ട് ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഹോം ടൂർ അങ്ങോട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം വീണ്ടും എല്ലാ വർക്കും കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാമെന്ന് നമ്മൾ വിചാരിച്ചു അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഹോം ടൂർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മഷൂർ വാങ്ങിച്ചു കൊടുത്ത 13 Pro Max തന്നെ ഷൂട്ട് ചെയ്യണം. അതിന്റെ അകത്ത് സിനിമാറ്റിക് മോഡുണ്ട്. ആ മോഡലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഷൂട്ട് ചെയ്യണം നമ്മുടെ ശരത്താണ്. അപ്പൊ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആ 13 Pro Max ഇതേപോലെ തന്നെ സിനിമാറ്റിക് മോഡിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ദിവസം വെയിറ്റ് ചെയ്തത്. ഇന്നലെയാണ് ഇവൾ ആ പാക്ക് പൊട്ടിച്ചത്. അതുകൊണ്ടിട്ടാണ് ഡിലേ ആയത്. എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകാം. അപ്പൊ പുതിയ വീടിന്റെ ഇന്റീരിയർ വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ടീമുകളൊക്കെ കൊണ്ടത് കാണിച്ച് ഡിസൈനൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ ആയതുകൊണ്ടിട്ടും പിന്നെ അല്ലാണ്ടും ഡിസൈനും എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഡിസൈനും അല്ലാതെ കൊണ്ടിട്ട് ഞാൻ അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് സ്വന്തമായിട്ട് തന്നെ എന്റേതായ മൈൻഡിൽ എന്റേതായ ക്രിയേറ്റിവിറ്റി തന്നെ അത് തന്നെ ഫുള്ള് നമ്മൾ അവിടെ നിന്നൊക്കെ സെർച്ച് ചെയ്ത് എല്ലാം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം വെച്ച് സ്വന്തമായിട്ടുള്ള ഒരു ഡിസൈൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ. നമ്മൾ സ്വന്തമായിട്ട് ഡിസൈനർ ആവാന്ന് ആള് അറിയാലോ. ഇത് കണ്ടില്ല മുതലേ ഇത് എനിക്ക് ഇങ്ങനെ ആക്കാന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പുതിയ വീട് വേറെ ലെവലാക്കും അല്ലേ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പുതിയ അല്ല പറഞ്ഞിട്ട് പോണം. അല്ല അത് പറഞ്ഞ പറ്റില്ല. പറഞ്ഞിട്ട് വേണ്ട മോളെ. ഇപ്പൊ ഹോം ടൂറിന് പോയാൽ ഹോം ടൂർ ചെയ്താൽ മതി. അല്ലാണ്ട് കൂടുതൽ കഥകൾ പറയണ്ട. വണ്ടി അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ വീടിന്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മുടെ ആ പുതിയ വീട്. നൈസ് അല്ലേ അല്ലേ. പിന്നെ കുറച്ചും കൂടെ നമുക്ക് കുറച്ച് എന്താ പറയാ ഒരു ഗ്രീനറി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പർഗോള വർക്കൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ താറ് കയറ്റിടാൻ വേണ്ടി എക്സ്ട്രാ ഒരു പോർഷൻ അവിടെ ഒരു ചെറിയൊരു കാർ പോർച്ച് ചെയ്യാനുണ്ട്. ഫ്രണ്ടിലൊക്കെ പ്ലാന്റ്സിന് വേണ്ടിയുള്ള കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ ഗേറ്റ് കൊടുക്കാം അല്ലേ. ബിസിനസ് വലിയ അവിടെ തുറന്നോ? ഞാൻ തന്നെ ബിസിനസ് ആക്ച്വലി നമ്മുടെ ശരിക്കും പറഞ്ഞാൽ 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്താണെങ്കിൽ ഇതേപോലെ തന്നെ 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ആയിട്ട് നമ്മൾ താറ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു യാത്ര ചെയ്യണം. അതെ അതെ, ബിഗ് ബോസ് ആണല്ലേ. ഇത് പുതിയ വാങ്ങിച്ച വീടാ. ആണല്ലേ, സുഖായിരിക്കണം ആണല്ലേ. സുഖമായിട്ട് ഫെബ്രുവരി ഒക്കെ ആവും നമുക്കിപ്പോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പോവാം. ഇവിടെ തന്നെ ഒരു നല്ലൊരു കിണറുണ്ട്. അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ്. നല്ല ശുദ്ധമായ കണ്ണീര് പോലത്തെ വെള്ളമാണ്. പക്ഷെ ആ വെള്ളം ഇപ്പൊ കാണാൻ പറ്റില്ല. പോയല്ലേ ഞാൻ നോക്കുമ്പോ ഒരാളെ ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ തലയിട്ടൊക്കെ പോള്. ഓക്കെ, അപ്പൊ
ഇവിടെ നമ്മള് അറിയാലോ വീട് വാങ്ങിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ സ്വഭാവമുണ്ട് കുറച്ച് കുത്തിപ്പൊളികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഈ കാർപോസ് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് സ്റ്റോൺ വർക്ക് ചെയ്യാറുണ്ട്. കാരണം ഇതിപ്പോ രണ്ടും ഇന്റർലോക്കും ഈ ടൈലും കൂടെ ആകുമ്പോഴത്തേക്ക് രണ്ടും ഡബിൾ കളറിലായിട്ട് കിടക്കുകയാണ്. വേണ്ട സ്ഥലത്തൊന്ന് കാണിച്ചു കൊടുത്ത് കാണാൻ പറ്റുമോ? ഡബിൾ കളറായിട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ മറ്റേ വീട്ടിൽ ചെയ്ത പോലെ സ്റ്റോൺ വർക്കും ഗ്രാസ് വർക്കൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണല്ലോ. ഈ പ്ലാന്റ്സ് എല്ലാം വാങ്ങിച്ചപ്പോൾ തന്നെ ഉണ്ടാവുന്നതാണ്. ഇതെല്ലാം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട്, കാരണം ഇവിടെ ഇനിയിപ്പോ വർക്കും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്ലാന്റ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടേതായ രീതിയിൽ കുറച്ച് സ്പെഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഞാൻ വീട്ടിലേക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരണം നമുക്ക്. പിന്നെന്താ, ആദ്യം ചുറ്റുപാട് കാണിച്ചിട്ട് അകത്തേക്ക് കയറി കയറി വെച്ചിട്ടാണ്. നടക്കാത്ത കേസാണ് അത്. നിന്റെ വെറും മോഹം മാത്രം. ഗൈസ് ഇവിടെ വ്ലോഗ് എടുക്കണേ വേണ്ടി തലക്കിടിയും ഇടിയും കൂട്ടടിയും പോകാൻ. ഇവിടെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ 2 വണ്ടി കയറ്റി പാർക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സിലിണ്ടർ വെക്കാൻ പറ്റിയൊരു പോർഷനാണത്. ഇവിടെ നല്ലൊരു പ്ലാന്റ് ഒക്കെ നമുക്ക് ഇറക്കണം. ഹെവി പ്ലാന്റ്സ് വെക്കണം. ഇവിടെ സെപ്പറേറ്റ് നേരെ എന്റെ ബ്രാൻഡിൽ തന്നെ പോട്ട്സുകളുണ്ട്. ഇത്തിരി ഹെവി പോട്ട്സുകളൊക്കെ സ്വന്തം ഓൺ ബ്രാൻഡിലുണ്ട്. ആ പോട്ട്സുകളൊക്കെ ഇവിടെ നിരത്തിയിട്ട് അതിന് നല്ല നല്ല പ്ലാന്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും കാണാൻ. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് പോകാം. ഇന്നലെ ബിബി ഗാർഡൻ പോയപ്പോ തന്നെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഹെവി ആയിട്ടുള്ളതൊക്കെ ആ കോർണേഴ്സിലൊക്കെ വെക്കാൻ വേണ്ടി. അതേപോലെ പോലെ നമ്മളെ ബ്രാൻഡിന്റെ ആ പോട്ട്സ് ഭയങ്കര ഹെവി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതെ അതെ ഇവിടെ തൊട്ടിപ്പുറത്താണ് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇടക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റോ എന്തെങ്കിലും ഫുട്ബോളൊക്കെ കളിക്കാം. ഇതാണ് കിച്ചൺ ഏരിയ, വർക്ക് ഏരിയ ആണ് ഇത്. അതൊക്കെ അകത്തേക്ക് കയറിയിട്ട് ടീച്ചറായിട്ട് കാണിച്ചുതരാം. പക്ഷെ ഇങ്ങോട്ട് പോട്ടെ. ശരിക്കും വീടിന്റെ ചുറ്റും ഓൾറെഡി പെണ്ണുമ്പിള്ളേരെ കൂടെ തോറ്റി ഫ്രണ്ട് ആണെന്ന് നോക്കി. വീടിന് ചുറ്റും ഓൾറെഡി നമ്മൾ ഈ മറ്റേ ഇന്റർലോക്ക് വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ മമ്മക്ക് വേണ്ട അടിപൊളി സാധനം ഇത് ഇവിടെ ഉണ്ട്. ഇപ്പത്തെ വീട്ടിൽ എപ്പോ വന്ന് ചോദിക്കും കല്ലില്ല ഇവിടെ. ഭയങ്കര ക്ലീൻ ആണ്. ഷീ നീഡ്സ് ലൈക്ക് ഇങ്ങനെ ഉറച്ച് കഴുകണം. അതാ വേണ്ട. അത് നമുക്ക് സെറ്റ് ആക്കി മമ്മ കണ്ടോ സെറ്റ്. മമ്മക്ക് വേണ്ടി മമ്മ അന്ന് കണ്ടപ്പോ തന്നെ മമ്മക്ക് സമാധാനം രക്ഷപ്പെട്ടു. കല്ലുണ്ടല്ലോ അടുത്ത് തന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ മാത്രമാണ് ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇന്റർലോക്ക് ചെയ്യാത്തത്. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള ഇന്റർലോക്കിന്റെ കട്ടകൾ നമ്മൾ അവിടെ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ട് ബാക്കോട്ട് എല്ലായിടത്തും ഇവിടെ നടക്കും. ഓക്കെ, ആദ്യം വീടിന്റെ ചുറ്റും നടന്ന് കാണിക്കുക. ഇവരെ കൊണ്ട് തോട്ടല്ല, നിങ്ങൾ അത് ഞാൻ പറയാൻ വേണ്ടി അതിനകത്ത് കേൾക്കട്ടെ അല്ലേ? പോ വിട്ടു പോ. പോയി 6 അടിച്ചല്ലേ പോ. അവിടുന്ന് ബാക്കിലേക്ക് ഒരു 1 2 3 4 വീടുണ്ട്. 4 വീടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീട് റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ വീട്. അപ്പൊ നമുക്ക് നടക്കാം. നടക്കും. വന്ന സ്ഥലത്ത് തന്നെ നമ്മൾ എത്തി. ഇവിടെ എത്തിയാൽ മതി. വീട്ടിന്റെ ഉള്ളിലൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. അതെ അതെ, ഇവിടെ എന്നെ കൊണ്ട് നിർത്താനാ പറയണത്. പുതിയ കറണ്ട് ബില്ല് എന്തെങ്കിലും വന്നാ നോക്കണ്ടേ? ഇല്ല. കണ്ണടിയൊക്കെ നോക്കാം. എനിക്ക് ഭയങ്കര ശീലമുണ്ട്. എവിടെ കണ്ണടി ഉണ്ടെങ്കിൽ ഞാൻ നോക്കും. ഇതെല്ലാം ഇപ്പൊ ബ്ലാക്ക് അടിക്കാനുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിന് ഇതൊക്കെ നോക്കുമ്പോ നീ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കണ്ടോ? നമുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സ്റ്റെപ്സ് ഉള്ളത് കേറാൻ. അവിടെ ഫ്രണ്ടിൽ നിന്നല്ല, ബിക്കോസ് ഓൾ ദാറ്റ് വാസ്തു ആൻഡ് എല്ലാം അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് സ്റ്റെപ്പ്. ഓ മൈ ഗോഡ്, നീ ആയിരുന്നു എന്റെ എഞ്ചിനീയർ? ഓഫ് കോഴ്സ് അപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് മൈൻഡ് വെച്ചേക്കുന്നതൊക്കെ കാര്യങ്ങൾ. വീടിന്റെ ലക്ഷണം അനുസരിച്ച് മൊത്തത്തില് പപ്പ വന്നിട്ട് ഞങ്ങള് വീട് എടുക്കാൻ പപ്പ വന്നിട്ട് മൊത്തത്തിൽ എന്താ നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പപ്പ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും പപ്പ പറഞ്ഞ വീടിന്റെ വാസ്തു ബേസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അടിപൊളി പെർഫെക്റ്റ്. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീട്ടിലെ അക്കാട്ടിയും
കുറച്ചും കൂടെ എല്ലാം നല്ല അതിനെക്കാട്ടി അതും നല്ലതാണ്, നല്ല വർക്കത്തുള്ള വീടാണ് അതും. ഇതും അതിനെക്കാട്ടിയും കുറച്ചും കൂടെ എല്ലാ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ എല്ലാം പക്കയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ കയറുന്ന ഏരിയ കിബിലയാണ് നേരെ, അതുകൊണ്ട് എല്ലാം അടിപൊളിയാണ്. ഒരു ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തെടുക്കാണ്ട് ഫുൾ കട്ടായിട്ട് ചെയ്യാൻ ഈ സൈഡൊക്കെ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ വീട്ടില് നമ്മള് വീട്ടിലേക്ക് എൻട്രായിക്കുകയാണെങ്കിൽ വലിയൊരു ലിവിംഗ് ഏരിയയാണ്. ശരിക്കും ഇത്തിരി പ്രൈവസി കുറവാണ്, കാരണം നേരെ കിച്ചൺ, നേരെ റൂം, അങ്ങനെയാണ്. പക്ഷെ ഈ വീട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നേരെ കയറി വന്നത് ലിവിംഗ് ഏരിയയാണ്. ശരിക്കും അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഒരു പ്രൈവസി ഉണ്ട് മൊത്തത്തില്. ലിവിംഗ് ഏരിയയിൽ വന്ന് ഗസ്റ്റ് ഒക്കെ വന്നാലും ലിവിംഗ് ഏരിയയിൽ നമുക്ക് കറക്റ്റ് ഇരിക്കാൻ പറ്റും. ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ കുറച്ച് പ്രൈവസി ഉണ്ടാവും. പിന്നെ ഈ ഒരു സൈഡാണ് ടി വി യൂണിറ്റ് വരുന്ന ഏരിയ. അതെ, ഇനിയിപ്പോ ഇവിടെ നമ്മൾ കബോർഡ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ആ സൈഡിൽ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഓൾറെഡി എന്റെ ഒരു പ്ലാനിൽ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. അതെ, ജിപ്സൺ ഞാൻ പറഞ്ഞിട്ട് സൗണ്ട് അടിക്കണം, ജിപ്സൺ വർക്കൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോഴുള്ള സ്റ്റെപ്സ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലുണ്ട് ഇവിടെ അങ്ങനെ പ്രൈവസി സെപ്പറേറ്റ് ഉണ്ട്. ഡൈനിങ് സെപ്പറേറ്റ് ആണ്, ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ആണ്. പിന്നെ അത് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചാൽ ഇവിടെ വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. എക്കോ കൂടുതലുണ്ടാവും, ഒന്നും എല്ലാം പ്ലാനിങ്ങല്ല, എക്കോ ഉണ്ട്. അപ്പം പക്ഷേ ഇവിടെയൊക്കെ കുറച്ചുകൂടെ മാറ്റി കുറച്ചുകൂടെ സ്റ്റൈൽ ആക്കാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് ഈ സ്റ്റെപ്സ് ഓൾറെഡി സ്റ്റൈൻലെസ് സ്റ്റീൽ വർക്ക്, ഗ്രാനൈറ്റിന്റെ വർക്കാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ആ ഗ്രാനൈറ്റ് എല്ലാം മാറ്റും, സ്റ്റൈൻലെസ് മാറ്റും, ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റെപ്സ് കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ വുഡൻ സ്റ്റെപ്സ് ചെയ്യാനുള്ള ഒരു പ്ലാനും ഉണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അത് അപ്പോഴത്തെ ഒരു മൈൻഡ് അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണിച്ചത്, മാസ്റ്റർ ബെഡ്റൂം മീൻസ് സുഹാനയുടെ ബെഡ്റൂം. ബഷീർ ബഷീർ മാത്രം ബെഡ്റൂം ഇല്ല, അതാണ് ബഷീർ ബഷീർ മാത്രം ബെഡ്റൂം ഇല്ല. എത്ര വീട് വായിച്ചിട്ടും കാര്യമില്ല, എനിക്ക് ബെഡ്റൂം ഇല്ല. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഏറ്റവും വലിയ ഗുണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീട് വാങ്ങിച്ചാലും 2 മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവും. 2 മാസ്റ്റർ. അപ്പൊ ശരിക്കും ഈ റൂം പണിതേക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് കോട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇടാൻ പ്ലാൻ, തലഭാഗം ഇവിടെ വരാൻ പ്ലാൻ ഓൾറെഡി പണിതേക്കുന്ന സ്റ്റൈലാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് വീടിന്റെ തെക്ക് ഭാഗമായിട്ട് വരും. ശരിക്കും നമ്മുടെ ഇതില് എന്താ പറയാ, നമ്മുടെ ഒരു റിലീജിയൻ പ്രകാരം നമുക്ക് തെക്ക് ഭാഗത്ത് തലവെക്കാൻ പറ്റില്ല, പാടില്ല. അതുകൊണ്ട് നമ്മൾ തലവെക്കുന്ന സൈഡ് നമ്മൾ കിഴക്കാക്കി, കിഴക്കുന്ന പടിഞ്ഞാറൊക്കെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഈ റൂമിൽ കുറച്ച് ചേഞ്ചസ് വരുത്താറുണ്ട്. ഈ 2 വിൻഡോകൾ നമ്മൾ ചിലപ്പോൾ ക്ലോസ് ചെയ്യും, പിന്നെ ഈ ഒരു വിൻഡോ മാത്രം ആക്കും. ഇവിടെ നമ്മൾ ഫുൾ കർട്ടനാണ് വിടും. അത് അവിടെ ലൈറ്റ് ഓണാക്കിയിട്ടില്ല. ഇതാണ് കബോർഡ് ഏരിയ. ഇതാണ് കബോർഡ് ഏരിയ. ഇവിടെ നമുക്ക് നന്നായിട്ട് കബോർഡ് സെറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ കബോർഡ് ഏരിയയിൽ നമുക്കൊരു ഗുണമെന്നുണ്ടെങ്കിൽ ആ റൂം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, ഈ കബോർഡ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കും. മൊത്തത്തിൽ രണ്ടും കൂടെ ഒരു കൺജസ്റ്റ് ആവുമല്ലോ, കുറച്ച് ഫ്രീ സ്പേസ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ആണ്.
ഇവിടെയും നമുക്ക് ടോയ്ലറ്റിൽ ചെറിയ ഒരു കബോർഡ് സെക്ഷൻ ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഓൾറെഡി എല്ലാം സെറ്റ് ആണ്. ഇവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മുടെ സിനിമ റൂമിലേക്ക് പോവാം. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നമ്മള് സുനുവിന്റെ ഈ കോട്ട് തലഭാഗം എവിടെ നിന്നോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. മേ ബി തലഭാഗം അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരും. വടക്കുന്ന് തെക്കോട്ടായിരിക്കും ചിലപ്പോ നമ്മൾ ഇടുന്നത്. അപ്പൊ ഈ ഒരു പിന്നെ ചിലപ്പോ നമുക്ക് ഓക്സിജനായിരിക്കും. മനസ്സിലായോ? അതൊക്കെ നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഫുൾ കർട്ടൻ ചെയ്യും. അതെ, നിങ്ങൾക്ക് നമുക്ക് സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനായിട്ട് ഈ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഈ കബോർഡ് ബാത്റൂം. സുനുവിന്റെ ബാത്റൂം കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലെ സുനു? നമുക്ക് ഈ ബാത്റൂം എടുക്കുന്ന അപ്പുറത്തേക്ക് വെച്ചിട്ട് അപ്പുറത്തെ ബാത്റൂം ഇപ്പുറത്തേക്ക് വെച്ചാലും അവിടെ എന്റെ റൂമിൽ അതുപോലെ ഇന്നലെ ബി ബി കാറിലെ പോലെ അവിടുത്തെ പോട്ട്സും പ്ലാന്റ്സ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഈ പ്ലാന്റ്സ് അവിടെ എന്റെ പുതിയ റൂമിൽ വെച്ച് തന്നെ ഈ പോട്ട്സ് അവിടെ വെച്ച് തന്നെ അങ്ങനെ ശരി എല്ലാം ചെയ്യാം. നടക്കും. സൈക്കോന്റെ റൂം കണ്ടില്ലേ? ആ ഇഷ്ടമായ പൊളിയല്ലേ? അപ്പൊ അത് പിന്നെ വേറെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു എക്സ്ട്രാ ബാത്റൂം കോമൺ ബാത്റൂം വെച്ചിട്ടുണ്ട്. കാരണം ഇതെന്തായാലും നന്നായി. കാരണം ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റ് പോകണമെന്ന് തോന്നുന്നെങ്കിൽ അതിൽ പോകാമല്ലോ. വാഷ്റൂമിൽ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ള ബാത്റൂം തന്നെയാണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വീട് കറക്കനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വെള്ളം വീഴുന്ന വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു സെറ്റപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ അടിഭാഗം നമ്മൾ ഇതുപോലെ തന്നെ കബോർഡ് നമ്മൾ സെറ്റ് ചെയ്യും. കാരണം ഇവിടെ ഇൻവെർട്ടർ ഏരിയ ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ലേഡീസിന് മാത്രമല്ല ജെന്റ്സിനാണെങ്കിലും കയറി നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. അല്ല പിന്നല്ല അത് പിന്നല്ല പിന്നെ ക്ലോസിലടക്കുന്ന ഫുഡൊക്കെ വെക്കാൻ വേണ്ടി കൺവെൻസ് വാങ്ങിക്കാൻ പറ്റുന്നത് അല്ലേ? നമുക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിയാവില്ല. ആർക്കെങ്കിലും മനസ്സിലായില്ല. അതാണ് പ്രശ്നം. നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ പോകണം. നമ്മൾ വലിയ ഡബിൾ ഡോറിന്റെ ഫ്രിഡ്ജ് എടുക്കാന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് വെക്കും. ആൻഡ് ഈ കബേർഡ്സും നമുക്ക് മതിയാവൂല. സോ എക്സ്ട്രാ കബേർഡ്സ് ടോപ്പില് ഫുൾ കബേർഡ്സ് നമ്മൾ this one we gonna change. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇതെല്ലാം സെപ്പറേറ്റ് കളറൊക്കെ ചേഞ്ച് ആക്കും. പിന്നെ അവിടെ മറ്റേ വീഡിയോ ചെയ്തപോലെ തന്നെ നമ്മൾ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഒക്കെ മാറ്റി നമ്മൾ വൈറ്റ് ആക്കും. പിന്നെ അതേപോലെ മേളത്തെ കബോർഡുകൾ മൊത്തത്തിൽ കബോർഡ് ഡബിൾ കളറാണ്. കിച്ചൺ ഓവറോൾ ഒന്ന് മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്. ആ വീട്ടിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒന്ന് മാറ്റാം. when you do videos and all അത്ര ഒരു ഇതൊക്കെ ഉണ്ടാവില്ല ഈ ഒരു കണ്ടീഷൻസ്. സോ we gonna change it. if floor മാറ്റൂല. and ഇവിടുത്തെ പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ സ്മോൾ ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് ഏരിയ ഉണ്ട്. ഇത് വലിയ സിങ്ക് ആണ്. ഇതാണ് മെയിൻ തിങ്. കുറേ വെസൽസ് ഉണ്ടാവും വാഷ് ചെയ്യാൻ. ഇവിടെയൊക്കെ വെസൽസ് വാഷ് ചെയ്തിട്ടൊക്കെ കുറെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. വാഷ് ചെയ്തിട്ട് ഇവിടെ ഇട്ടാ ജസ്റ്റ് വി ക്യാൻ ക്ലോസ് ദിസ് ഡോർ. ഗസ്റ്റ് ഒക്കെ വന്നാണെങ്കിലും ഷൂട്ട് ഒക്കെ ഉള്ള ടൈമിലും ഈ ഒരു പോർഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്ലി. പിന്നെ ദാറ്റ്സ് ദ മെയിൻ. അല്ല ഇതൊക്കെ മാറ്റൂലേ?
ഇതൊക്കെ നമ്മള് ലോക്കിലോ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ ടൈപ്പ് ഗ്രില്ലാക്കും. ഇതിപ്പോ നോർമൽ കോമൺ ഗ്രില്ലാണ്. ഇത് മാറ്റിട്ട് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നല്ല നല്ല രീതിയിലെ ചാനലിൽ നമ്മൾ ചെയ്യും. പിന്നെ ഈ കബോർഡ് സെക്ഷനും അതേപോലെ തന്നെ മേളിലേക്ക് നമ്മൾ എക്സ്ട്രാ നമ്മൾ ചെയ്യും. ഇവിടെയൊക്കെ മേളിൽ എക്സ്ട്രാ കബോർഡ് വർക്ക് ചെയ്യും. ഈ ഒരു പോർഷനും ചിലപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കബോർഡ് പോർഷൻ അവിടെയും ചെയ്യും. കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കയറ്റി നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ ഇവിടെ വേറൊരു വൈബാണ് ഗൈസ്. വേറൊരു വൈബാണ്. നല്ല ഒരു വെട്ടം വെളിച്ചം. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്ലാന്റ്സിന് വേണ്ടി നമ്മൾ ചെറിയ ചെറിയ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും. ഇവിടെ വെട്ടം വെർട്ടിക്കൽ ഗാർഡൻ. Oh my god! Because we can do vertical garden. Vertical garden നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. Small small pots we gonna hang it like this way. അതാണ് vertical garden. അതാ പറഞ്ഞത്. Vertical garden എന്താണ്? ഗൈസ് ഇവിടെ ഇടിയോ ഉറപ്പു. ഞാനിവിടെ നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ മഴക്കെട്ടായിരിക്കും. രണ്ട് ഇവിടെ ബസ് കൂടെ ഞാൻ അറിവു. ഓക്കെ അപ്പൊ ഗൈസ് അവിടെ സ്പെഷ്യൽ വെർട്ടിക്കൽ ഞാൻ ഓക്കെ അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിക്കും. അത് മാറ്റും. ഇത് നമ്മള് വൈറ്റ് ഗ്രാനൈറ്റ് നമ്മളവിടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബ്ലാക്ക് നല്ല വലിപ്പുള്ള ബ്ലാക്ക് ഓക്കെ. അപ്പൊ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് നമ്മളിപ്പോ കാണിച്ചു. ഗ്രൗണ്ട് ഫ്ലോർ അതെ അത് നമ്മൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാം. ഞാൻ നോക്കിയില്ലേ. ഓക്കെ അപ്പൊ നമുക്ക് മേളിൽ കയറാം അല്ലേ? നമ്മൾ കേറി വരുന്ന ഭാഗത്തല്ല മനസ്സിലായി. നമ്മൾ കേറി വരുമ്പോ തന്നെ ഇവിടെ രണ്ട് വിൻഡോ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ആ വിൻഡോ കൂടെ അത്യാവശ്യം വെട്ടം പിടിച്ച് മാറ്റമുണ്ട്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈറ്റ് ഉള്ള പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ കോർണറിൽ നല്ല നല്ല ഹൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു പുച്ച ക്ലാസ് ആയിട്ട് ഓക്കെ ഗൈസ്. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ വീട്ടിലേക്ക് പോയതാണ്. അശു 3 റൂമുണ്ട്. നിന്നെ പാസ്സപ്പെട്ടു പോയതാ. എനിക്ക് ഡൗട്ട് ഉണ്ട്. എനിക്ക് റൂം ഇഷ്ടപ്പെട്ട എനിക്ക് റൂം ഇഷ്ടപ്പെട്ടു. എനിക്ക് ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഹ്യൂജ് സ്പേസ്. എനിക്ക് കുറച്ച് സ്പേസ് ഉള്ളതാണ് ഇഷ്ടം. പക്ഷേ കുറച്ച് ആസ്തെറ്റിക് പുറത്തൊക്കെ എന്താ പറയുക ബാൽക്കണി അങ്ങനെയൊക്കെ വന്നതാണ് ഇഷ്ടം. ഓൾറെഡി ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബെഡ്റൂം ബാൽക്കണി ഒക്കെ ഉള്ളതാണ്. സോ മാറ്റി പിടിച്ചെങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ചെയ്യുമ്പോഴും ഇതാണ്. സോ ബാൽക്കണിയുടെ കൺക്ലൂഷൻ പോലെ ബാൽക്കണി ഉള്ള ബെഡ്റൂം തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ നമുക്കൊരു വാഷ് സ്പേസ് താഴത്തുള്ള തന്നെ ഉണ്ട്. നേരത്തെ പറഞ്ഞ തന്നെ ഇവിടെ നമ്മൾ ചെറിയ ഒരു ഗ്രാനൈറ്റ് ഇട്ട് നമ്മൾ കുറച്ചുകൂടെ സെറ്റ് ചെയ്തിട്ടും ലൈറ്റിംഗ് ഒക്കെ കൂടുതൽ ഭംഗിയായിട്ട് ഇവിടെ തന്നെ ഫുൾ കറക്റ്റ് നമ്മൾ ചെയ്ത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. സീലിംഗ് വർക്കും ലൈറ്റിംഗ്സ് ഒക്കെ കുറച്ചുകൂടെ രസമായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ഇപ്പൊ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈ റൂമാണ്, മഷൂന്റെ റൂം. അപ്പൊ നമ്മൾ മഷൂന്റെ റൂമിലേക്ക് എൻ്റർ ആയി. ഈ മഷൂന്റെ റൂമിലേക്ക് എൻ്റർ ആയ ശേഷം അവിടെ കബോർഡ് സെക്ഷൻ ശരിക്കും ഇവിടുത്തെ കബോർഡ് സെക്ഷൻ വലിയ സ്പേസ് ആണ്. കബോർഡ് സെക്ഷൻ അല്ല ഇവിടെ വലിയ സെക്ഷൻ. കാരണം അറിയാം പണിതെനിക്ക് അറിയാം ഇത് മഷൂറിന്റെ റൂമാകാൻ വേണ്ടി കുറച്ചധികം സ്പേസ് വേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ അതിനാ സെറ്റ് ചെയ്യാം. ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം. ഓ ഇവിടെ മേൽക്കൈ ഇതൊന്നും ഉണക്കാം. മെയിന് മെയിൻ ഉണക്കാം. കാരണം പുതിയ വീടാണ് പോകുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ഓഫ് ചെയ്തിട്ടാണ് പോവാറ്. ഓക്കെ അപ്പൊ ഈ വലിയ കബോർഡ് സെക്ഷൻ്റെ ഇതും കളക്ടഡ് ടോയ്ലറ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിട്ട് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭക്ഷണത്തിന് നമ്മുടെ എക്സ്ട്രാ ചെറിയൊരു കബോർഡ് സെക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഐറ്റംസ് ഭക്ഷണ സാധനങ്ങളൊന്നും വെക്കാൻ വേണ്ടി അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തല
ഈ വടക്ക് സൈഡായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ചിലപ്പോൾ ഈ ജനല നമ്മൾ അടക്കാൻ ചാൻസ് ഉണ്ട്. ക്ലോസ് ചെയ്യും. ആ വലത്തെ ജനല മാത്രം ആക്കും. വിൻഡോ ഒറ്റ വിൻഡോ ആക്കും. അപ്പൊ ഇവിടെ തന്നെ ലക്ഷം കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വിൻഡോ ക്ലോസ് ചെയ്യും, ചിലപ്പോൾ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് നമ്മളെ മേക്കപ്പ് സെക്ഷൻ നമ്മൾ ഇവിടെ ആക്കും. മേക്കപ്പ് സെക്ഷൻ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് മിററും കാര്യങ്ങളും കപ്പളും നമ്മൾ ഇവിടെ അവിടെ ഓക്കെ. പക്ഷെ നമ്മൾ റെഡി ചെയ്തില്ലേ ഓക്കെ അല്ലേ? ഇവിടെ ആയിട്ട് ഭക്ഷണം അവിടെ ഇപ്പൊ താമസിച്ചിരിക്കുന്ന അവിടെ തന്നെ ബാൽക്കണിയുള്ള റൂമാണ്. ഇതും ബാൽക്കണി ഉണ്ട്. ആക്ച്വലി മഷൂര് ബാൽക്കണി ഈ റൂം വേണ്ടെന്ന് പറഞ്ഞതാണ്. അതിന്റെ ആന പറഞ്ഞ മഷൂര് പക്ഷെ ബാൽക്കണി ഇതുപോലെ അതുപോലെ അത് അടിപൊളി റൂമല്ലായിരുന്നു. പിന്നെ മൈൻഡ് മാറാന്നില്ല. ഓക്കെ നമ്മൾ ബാൽക്കണി സൂപ്പർ ആയിട്ടുണ്ട്. നല്ല കറക്കൻ ബാൽക്കണി, നല്ല സ്ഥലമായിട്ടുള്ള ബാൽക്കണിയാണ്. പിന്നെ എല്ലായിടത്തും ചില സ്ഥലങ്ങളൊക്കെ ഇതേപോലെ ഗ്രാനൈറ്റ് വർക്കുണ്ട്. ചിലപ്പോ എല്ലായിടത്തും ഉള്ള ഗ്രാനൈറ്റ് വർക്ക് നമ്മൾ മാറ്റിയിട്ട് വേറൊരു വർക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. വാദിക്കല ഈ ഗ്രാനൈറ്റ് വന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ റിമൂവ് ചെയ്തിട്ട് വേറെ വർക്ക് ആക്കും നമ്മൾ കുറച്ചും കൂടെ. അപ്പൊ ഈ പാർക്കണി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശരിക്കും നമ്മുടെ വണ്ടി നമ്മൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം വീടിന്റെ ഫ്രണ്ടിലാണ്. ശരിക്കും അവിടെയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ഉള്ളിലും സ്പേസ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറ്റില്ല, ഹോം ടൂർ ചെയ്യണാണ്ട് ഉള്ളിലേക്ക് കയറ്റില്ല. അതെ അതെ. ഇനി ഇവിടെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ചെയ്യണം. അതല്ലേ ചെയ്യുന്നത്. ഞാൻ വേറെ ബെഡ്റൂമും നിങ്ങളെ കാണിച്ചു തരാം. സോ ഡു കമന്റ് മീ ഡൗൺ ഏതായിരിക്കും. അതെ അതെ, നിങ്ങൾ തന്നെ പറയുക മഷീന്റെ ബെഡ്റൂം ഏതായിരിക്കും കൂടുതൽ ലുക്ക് ഉള്ളത്. ഞാൻ സെലക്ട് ചെയ്ത ഈ ബാൽക്കണിയുള്ള ബെഡ്റൂമാണ്. മഷൂര് ആദ്യം ഇഷ്ടപ്പെട്ടത് വേറെ ബെഡ്റൂം. വേറെ ബെഡ്റൂമാണ്, അത് പോയി കാണിച്ചില്ല. വിശാലമായ ഈ വ്യൂ ഉണ്ട്. അതെ, വിശാലമായ ഈ വ്യൂ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരു പാടം, അങ്ങനെയും ഇങ്ങോട്ട് നോക്കിയാൽ എന്ത് സ്ഥലം എനിക്കില്ലേ മറ്റു ബെഡ്റൂം ഇഷ്ടപ്പെട്ടെന്നല്ല, ഇറ്റ്സ് സ്പേഷ്യസ്. കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്പേസ് ഉള്ളതാണ് ഇഷ്ടം. എന്തായാലും ഫ്യൂച്ചറിൽ വേറെ വീട് പറഞ്ഞിട്ടുണ്ട്. അല്ല, പിന്നെ അവിടുത്തെ വാർഡ്രോബിന്റെ ഏരിയ കുറവാണെന്ന് തോന്നുന്നു. ആ മറ്റേ റൂമിൽ അല്ല ഇത്ര സ്പേസ് ഇല്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പോവാം. അപ്പൊ ഗൈസ്, ഇവിടുത്തെ ഈ ഒരു വൈബ് നൈസാണ്. പിന്നെ എന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ ഡീറ്റെയിൽ പറയാൻ ഭാഗത്തേക്ക് ഡോറും കാര്യങ്ങളൊക്കെ ഇതാണ് വേറെ ബെഡ്റൂം. പക്ഷെ സെലക്ട് ചെയ്ത് ഈ ബെഡ്റൂമാണ്. ഇത് വലിയ ബെഡ്റൂമാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിൽ തന്നെ പല ഭാഗം ഒന്നിലേക്ക് വിളക്കുണ്ടാകും, അല്ലെങ്കിൽ വിളക്കുണ്ടാകും. ഇവിടെ നൈസ്. അങ്ങനെ ഈ ഒരു പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്യും. ഈ ബെഡ്റൂം ചൂസ് ചെയ്താലില്ലേ നമുക്ക് ഇങ്ങനെ പറഞ്ഞ ആ പ്ലാൻ അമേസിംഗ്. അവിടെ ആകുമ്പോൾ ഇവിടെ ആയിരിക്കും ആ പ്ലാൻ പറയുന്നത്. അപ്പൊ എല്ലാം നമുക്ക് ഡോർ തുറന്ന് തല ഈ സൈഡാണ്. ഡോർ തുറന്ന് കാണുന്നില്ല നമ്മുടെ വിഷയം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരേ ഇതിനനുസരിച്ച് തല വെക്കണം. അങ്ങനെ തല വെക്കുമ്പോ ഇവിടെ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പാടുള്ളൂ. മനസ്സിലായി? നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഒരു പുതിയ വീടുമായിട്ട് എന്തൊരു ഡിസ്കഷൻ. അതായത് നമ്മള് കുറച്ച് തലവെച്ച് കിടക്കുന്ന ഭാഗം ചിലര് നോക്കും, ചിലര് നോക്കില്ല. അവൻ എപ്പോ പഠിക്കണം
അപ്പൊ അങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ ബെഡ്റൂം സെലക്ട് ചെയ്യാൻ തലഭാഗം ഇവിടെ വരും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് നോക്കാം. യെസ്, ഏതാണ് നിങ്ങളുടെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ബെഡ്റൂം സെലക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പൊ പ്ലസ് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ ബെഡ്റൂം സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്പേസ് കൂടുതലുണ്ട്. തല ഇവിടെ വരും, മേക്കപ്പ് ഏരിയ ഇവിടെ വരും. ഈ ഒരു ഏരിയ കോർണറായിരിക്കും മേക്കപ്പ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ വേളത്തെ ഫ്ലോറില് മൂന്നാമത്തെ ബെഡ്റൂം എക്സ്ട്രാ ഒരു ബെഡ്റൂം ആണ് കാണിക്കുന്നത്. ഇത് എക്സ്ട്രാ ബെഡ്റൂമാണ്. ഇത് നമ്മൾ ഗസ്റ്റുമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോം തിയേറ്റർ സെക്ഷൻ ആക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ വലിയൊരു LED കൊണ്ട് ഇവിടെ നമ്മൾ കൗച്ചൊക്കെ അടിച്ച് എല്ലാവരും കറക്റ്റ് നേരെ ഇരുന്ന് മൂവിയൊക്കെ കാണാൻ പറ്റിയ രീതിയിൽ കൗച്ച് അടിച്ചിട്ട് ഉദ്ദേശമുണ്ട്. ഗസ്റ്റ് റൂം നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ മറ്റേ രണ്ട് ബെഡ്റൂം സെലക്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും റൂം ഗസ്റ്റ് റൂം ആയിരിക്കും. ഇത് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഹോം തിയേറ്റർ മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡ് സെക്ഷന് വേണ്ടിയുള്ള സ്പേസും ഇല്ല. അതുകൊണ്ട് ഇതൊരു എക്സ്ട്രാ റൂമാണ്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് നമുക്കൊരു ഹോം തിയേറ്റർ റൂം ആക്കി കളയാം, അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു കൺഫ്യൂഷൻ നോക്കി ചെയ്യുള്ളൂ. കാരണം എനിക്ക് കുറെ എക്സ്ട്രാ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു റൂം ചിലപ്പോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് റൂം ആകും. ചിലപ്പോ jackets, കുറേ ഐറ്റംസ് ഷൂസ് എല്ലാം നമ്മൾ ആ റൂമിൽ വെക്കണം. ഇഫ് ദാറ്റ് റൂം വാസ് നോട്ട് ദേർ നമ്മൾ എല്ലാവരും ബെഡ്റൂം കൊള്ളാവോ? എല്ലാ സാധനം ബെഡ്റൂമിൽ കയറ്റേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ റൂമിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ വാഷ് ബേസിൻ വെക്കുന്ന ഏരിയ. സോറി, വാഷിംഗ് മെഷീൻ വെക്കുന്ന ഏരിയ. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ബാൽക്കണി പോലെയാണ് കിടക്കണം. ശരിയാണ്, പക്ഷെ ഇത് ബാൽക്കണിയാണ്. പക്ഷെ ഇത് നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് ഗ്രിൽ വർക്ക് ചെയ്യും. റോക്കിലോ കൊണ്ട് നമ്മൾ ഇവിടെ ആയിട്ട് ഗ്രിൽ വർക്ക് ചെയ്തിട്ട് അതിലും ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ അവിടുത്തെ കുറച്ച് സ്റ്റാൻഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അതായത് എയർ പാസേജും എല്ലാം ഉള്ള രീതിയിൽ ഫുള്ള് ഗ്രില്ല് ചെയ്യും നമ്മൾ. ഓക്കെ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇവിടെ താഴത്ത് എക്സ്ട്രാ പില്ലറിന് വേണ്ടിയുള്ള ബീം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അത് കെട്ടിപ്പൊക്കി എക്സ്ട്രാ അവിടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വേണോ വേണ്ടെന്നുള്ള അല്ലെങ്കിൽ അത് എന്തായാലും ചെയ്യില്ല, അഴിക്കാം സൈഡ്. ഓക്കെ, അപ്പൊ മേളത്തെ 3 റൂം ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് ഇവരെന്ത് ഷോകളാണ് അതിന് നിങ്ങളെ കാണിക്കാനുള്ള ഡ്രസ് കാണിക്കണം. അവരെ നിങ്ങൾ നമുക്ക് ഓക്കെ, അപ്പൊ പറഞ്ഞു. This is the beautiful place, നല്ല place ആണ്. നമ്മളിപ്പോ താമസിച്ചോണ്ടിരിക്കുന്ന വീട്ടില് പർഗോള ഇങ്ങനെ നേരെ ഒറ്റൊരു സെക്ഷനേ ഉള്ളൂ. പർഗോള സെക്ഷൻ അതിന് മേൽഭാഗം ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല പക്ക പർഗോളാക്കി എടുത്താണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ എൽ ഷേപ്പിൽ കിടക്കാനായിട്ട് ഇതുണ്ടല്ലേ, എൽ ഷേപ്പിൽ പർഗോള ഇങ്ങോട്ടും ഉള്ള സെയിം സെറ്റപ്പ് നമുക്ക് ഇപ്പുറത്തേക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബഫേ പോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ടേബിളൊക്കെ ഇട്ട് ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റിയ അത്രത്തോളം സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് ഇതാണ് സോനു പറഞ്ഞ മറ്റേ ബെഡ്റൂമിന്റെ അപ്പൊ പറയട്ടെ. ഞാൻ ഈ ജനാലയാണ് വെച്ച് ഉള്ളിന്ന് മൂടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് മൂടിയില്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു വ്യൂ കാണാം. അത്രേ ഉള്ളൂ. ആ വ്യൂ കാണുന്നുണ്ടെങ്കിൽ നേരെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നോക്കിയാൽ മതി.
അങ്ങോട്ടൊക്കെ വരാതെ അവിടെ ഒളിച്ചും പാത്തൊക്കെ കളിക്കാൻ പറയും. അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാല് ഇവിടെ മേലെ നമ്മൾ ഫുള്ള് ചെക്സ് ആയിട്ട് നമ്മൾ പർഗോള വർക്ക് ചെയ്യും, ഗ്ലാസ് വർക്ക് ചെയ്യും മേളില്. അവിടെ ആ ഒരു സെക്ഷനും ചെയ്യും. അപ്പൊ ഇങ്ങനെ എൽ ഷേപ്പിൽ നമ്മളിങ്ങനെ പർഗോള ചെയ്യും ഫുള്ളായിട്ട്. അതിന്റെ വർക്ക് മേ ബി നാളെ സ്റ്റാർട്ട് ചെയ്യും. പർഗോള വർക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രൗണ്ടൊക്കെ ഫുള്ള് നമ്മൾ ഗ്രാസ് ഇടും. നമ്മള് BB കാറിലിട്ട പോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ട് പിന്നെ ഇവിടെ നമ്മൾ മറ്റേ ഗാർഡൻ ചെയറും ഗാർഡൻ ടേബിളും എല്ലാം കൂടെ നമ്മളിടും. പിന്നെ ഈ ഗ്രില്ല് നമ്മൾ മാറ്റും. ഇത് ഫുള്ള് മാറ്റിയിട്ട് നമ്മൾ ഫുള്ള് ഗ്ലാസ് ഇടും. ഗ്ലാസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഇടാൻ ഉദ്ദേശിക്കണം. ഈ ഗ്രില്ലല്ല, ഈ സ്ക്വയർ ട്യൂബ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. പിന്നെ ഇവിടെ ഒളിച്ചും പാത്തും കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സൈഡിൽ കൂടെ അവിടെ പോകാൻ പറ്റും. പോയാ അപ്പൊ ഞാനൊന്ന് പോയി കാണിച്ചു. സൈകോ എന്നൊക്കെ വിളിക്കും. അപ്പൊ ഇവിടെ ചെടികളൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ ചെറിയ ഹാങ്ങിങ്സ് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടം വരെ നമുക്ക് വരാൻ പറ്റും. പറഞ്ഞ പിള്ളേർക്ക് ഇവിടെ ഇതും നമ്മുടെ എന്താ പറയാ റോഡ് തന്നെയാണ്. പ്രൈവറ്റ് റോഡാണ്. നമുക്ക് കൂടെ ആവശ്യപ്പെട്ടുള്ള പ്രൈവറ്റ് റോഡ്. പിള്ളേർക്ക് ഇവിടെ ആയിട്ട് സൈക്കിൾ ഔട്ടാനും കളിക്കാനൊക്കെ പറ്റും എനിക്ക് അല്ലേ. വണ്ടി വരണ്ടാന്ന് നോക്കണമെന്നുള്ളൂ. ഓക്കെ അപ്പൊ ഗൈസ് ഇവിടെ പർഗോള സെറ്റ് ചെയ്ത് എടുത്ത് കഴിയുമ്പോ ഭയങ്കര അതായത് ഇതിപ്പോ വീട് വാങ്ങിച്ചിട്ടുള്ള ലുക്കാണ് എന്റെ ഈ ചാനലിൽ കാണിച്ചിട്ടിരിക്കുന്നത്. ഇതിന്റെ ഫുള്ള് വർക്ക് ചെയ്തിട്ട് അത് വിളിയെടുക്കും. വർക്ക് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് പക്ഷെ ആൾക്കാർ ആദ്യം ഈ വീഡിയോ കാണാൻ വേണ്ടിയാ വെയിറ്റ് ചെയ്യണം അല്ലേ അല്ലേ. ഈ വീഡിയോ കണ്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണം, എനിക്കറിയാം. പിന്നെ അല്ല നിങ്ങളുടെ വാല്യുബിൾ ബുദ്ധികൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ. നല്ല നല്ല ബുദ്ധികളൊക്കെ ബഷീർ തലേ കെട്ടുന്നതായിരിക്കും. ഇവിടെ ഒന്നും മാറ്റില്ല. ഗ്രാസ് ഇടുള്ളൂ. ഗ്രാസ് മേലെ കൂടെ ഗ്രാസ് ഇട്ടാണ്. ഗ്രാസ് ഇട്ട് നമ്മുടെ ഗാർഡൻ ചെയർ ഗാർഡൻ ടേബിള് മറ്റേ ഊഞ്ഞാലൊക്കെ നമ്മുടെ അടുത്ത് അതെല്ലാം സെറ്റ്. നല്ല നല്ല പ്ലാന്റ്സ്, നല്ല നമ്മുടെ സ്വന്തം ബ്രാൻഡിലെ ഹെവി പോട്ട്സ് ഇല്ലേ, ആ പോട്ട്സില് പ്ലാന്റ് ഒക്കെ വെച്ച് അത് മാറ്റും. ഗ്ലാസ് വെക്കുള്ളൂ. അതാണ് ഞാൻ പറയുമ്പോൾ ഇവര് ഇവിടെ ഒന്നും കേൾക്കില്ല. ഞങ്ങൾ ചുമത്ത് കളിക്കാൻ പോയതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഓൾറെഡി കാണിച്ച് ഇനിയുള്ള ഒന്ന് കാണിക്കാനുള്ളത് ഇനി നമ്മൾ സ്റ്റെപ്പില് മേലേക്ക് കയറിയ ഓടി കയറിയോ മേലേക്ക് പറഞ്ഞു അവര് പറഞ്ഞു കയ്യില് അതെ. ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ഒരു പ്ലാനൊക്കെ പറഞ്ഞ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിട്ട് പ്ലാനൊക്കെ സെറ്റ് ചെയ്താൽ ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ മേലേക്കാണ്. ഇവിടെ നമുക്കുള്ളത് ഇത് ടെറസ് ആണ്. അത് ഓൾറെഡി മേല് എന്താ വർക്ക് ചെയ്യുന്നത് ടെറസ് മറന്നുപോലെ എന്റെ കൊല്ല തയ്യൂര്. അപ്പൊ നമ്മളിവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഫുള്ള് ഓടിട്ടൊക്കെയാണ് മച്ച് ആക്കിയിട്ട് ഫുള്ള് ഓടിട്ട് ഫുള്ള് സെറ്റ് ചെയ്തേക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു റൂം, ഒരു ഹട്ട് പോലെയൊക്കെ നമുക്ക് റൂം ചെയ്യാൻ പറ്റും. വൈബായിട്ട് ഒരു AC ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഞാൻ നമ്മുടെ വീടിന്റെ മേലെ നമ്മൾ മേളത്തെ ഫ്ലോറില് കയറുന്ന ഹാളിൽ തന്നെ ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പേരിന് ജിമ്മാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ ശരി. അപ്പൊ അപ്പൊ നമ്മൾ ഇവിടെ ആയിട്ട് ജിമ്മ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സൂപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ തുടങ്ങും വർക്കൗട്ട്. ഓക്കെ അതെ, അതായത് വീടിന്റെ ഉള്ളില് ചൂടില്ല. എത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിലും താഴത്തെ ഫ്ലോറിൽ ചൂടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ റൂഫ് വർക്ക് ചെയ്തുകൊണ്ടിട്ടാണ് ആ ചൂടില്ലാതെ. പിന്നെ ടാങ്കൊക്കെ എടുക്കുന്ന ഉള്ളിൽ തന്നെയാണ് ഓൾറെഡി വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഉള്ളിലാണ്. ഇവിടെ നല്ല ഇവിടെ ചിലപ്പോ ഞാൻ ഇവിടെ ഈ സീലിംഗ് മറ്റേ മൾട്ടിവുഡ് വെച്ചിട്ടുള്ള മൊത്തം ഒന്ന് പാക്കേജ് എടുക്കും. സീലിംഗ് ലൈറ്റ് ഒക്കെ വെച്ച് ഫോൺ ലൈറ്റ് ഒക്കെ വെച്ച് ഭംഗിയായിട്ട് ഇതും വേറെ വെച്ചാണ്. ഇത് വേണമെങ്കിൽ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം.
എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇവിടെ ഒരു എക്സ്ട്രാ റൂം ആക്കണമെങ്കിൽ ആക്കാൻ പറ്റും. ഒരു ഹട്ട് പോലെ ഫുള്ള് വുഡന്റെ ഒരു റൂം ആക്കാൻ പറ്റും. ബ്യൂട്ടി ബ്ലോഗ്സ് നോക്കൂ, ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ പറഞ്ഞ കേട്ടില്ലേ ബ്യൂട്ടി ബ്ലോഗ് മറ്റുള്ളവർക്ക് ബ്യൂട്ടി ബ്ലോഗ്സ് ഒക്കെ കാണിക്കണമെങ്കിൽ ഇതൊരു സ്പെഷ്യൽ സ്റ്റുഡിയോ പോലെ ഒക്കെ വെച്ചിട്ട് ഇവിടെ ആക്കാവുന്നതാണ്. പക്ഷെ എന്തെങ്കിലും പേടിച്ചോളൂ, ഞാൻ അങ്ങനെ ബ്യൂട്ടി ബ്ലോഗ്സ് അവിടെ നോക്കിക്കോട്ടെ, ആവശ്യമില്ലാണ്ട് കുറെ പറഞ്ഞോണ്ടിരിക്കും. ഇവിടെ ചെറിയൊരു ഡോറാണ്. കണ്ടിട്ടില്ലേ? നമുക്ക് ഡ്രസ്സൊക്കെ ഡ്രൈ ആക്കാൻ ബെസ്റ്റാണ്. ഇവിടെ വന്നാലേ നല്ലൊരു വ്യൂ ഉണ്ട്. ഇപ്പൊ വെയിലുള്ള സോന് പറഞ്ഞ വ്യൂ ആക്ച്വലി അവിടെ അല്ല, ഇവിടെ വരുമ്പോഴാണ് ഫുള്ള് കാണാം. വ്യൂ. ഇതുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഫോണില് 360 ഉണ്ട്. ഇത് ഈ ഒരു ഏരിയയിൽ മൊത്തം 5 വീടാണ് ഗൈസ്. ഒന്നാമത്തെ വീടാണ് ഞങ്ങളുടെ, ബാക്കി ഒരു 4 വീട് കൂടെ അപ്പുറത്തേക്കുണ്ട്. ആ അപ്പൊ നൈസ് ആയിട്ടുണ്ട് ഇവിടെ അല്ലേ. അപ്പൊ ഇവിടുന്ന് നമ്മൾ പറക്കോള വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറക്കോള ഇങ്ങനെ കാണാം. അതേപോലെ തന്നെ ഇതിന്റെ മേളിൽ ഞാൻ ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട് പറക്കോള പോലെ. ഇവിടെ ഞാൻ ചാനലിട്ടിട്ട് ഗ്ലാസ് ഇടും മേളിൽ. ചുറ്റിനും ഈ ഗ്രില്ല് മാറ്റിയിട്ടും ഗ്ലാസ് വർക്ക് ഇവിടെയും ചെയ്യും. ഇവിടെ നല്ലൊരു പ്ലാന്റ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ സെറ്റ് ചെയ്തു. സെറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ 3 തുണിയുടെ സ്റ്റാൻഡ് വെച്ചിട്ട് എല്ലായിടത്തും തൂരക്കറിയും. എവിടെ തുണി ഈ എവിടെ കൊണ്ടുപോയിട്ട് ഈ തുണി കൊണ്ട് വിരിച്ചിടുക, എല്ലായിടത്തും കൊണ്ടിട്ട്. മേളില് ജിം എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ല ഗൈസ്. ഇപ്പോഴുള്ള വീടിന്റെ അവിടെ ജിം എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ല. ജിം എക്യുപ്മെന്റ്സിന്റെ മേളിലൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഷഡ്ഡിയും ഇതൊക്കെ ഉണക്കായിട്ടുണ്ട്. അല്ല കാര്യം മതിയല്ലേ ഇന്നത്തെ കയ്യില്ലേ? ശരി. ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അന്നത്തെ ഉണ്ടാവും. അപ്പൊ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ ഗൈസ്. അങ്ങനെ നമ്മൾ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി നമ്മുടെ ആ സിറ്റ് ഔട്ടിൽ തന്നെ വന്നു. അപ്പോൾ ഗൈസ് ഇതാണ് അപ്പൊ ഞങ്ങളുടെ പുതിയ വീട്, ഞങ്ങളുടെ പുതിയ ഹോം ടൂർ. ഇനി ഇന്റീരിയർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് മഷൂന്റെ ചാനലിൽ നമ്മൾ കാണിക്കുന്നതാണ്. പൊളിക്കുന്നതായിരിക്കും. പിന്നെ അറിയാലോ, പിന്നെ വ്ളോഗ് കാണിച്ചിട്ട് അവള് വെറുപ്പിച്ച് കൊല്ലും. ഇപ്പൊ നിങ്ങളെ വീട് കാണാൻ വേണ്ടി പോയിട്ട് ഇനി വീട് കണ്ട് മടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇൻഷാ അല്ലാഹ് അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇന്റീരിയർ വർക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. മെറ്റീരിയൽസ് ഒക്കെ ഇന്ന് ഇറക്കാൻ തുടങ്ങും. നാളെ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ എന്താ പറയാ, എന്താ പറയാൻ വാക്കുകളില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് അവർ നിങ്ങളുടെ ഷിഫ്റ്റ് ആണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ വേറൊരു വൈബ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും എന്റെ ചാനൽ വരുന്നവരെ ബൈ ബൈ.